ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ദ്വാരപാലക ശില്പക്കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിവരങ്ങളുമായി മനോജ് ഉണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, കഴിഞ്ഞ ദിവസം തന്നെ SITയുടെ ഇടക്കാല റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരായ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. അത് ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിയതാണ്. ഇതിനിടയിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിക്ക് മുൻപാകെ എത്തുന്നതും. എങ്ങനെയാണ്, എപ്പോഴാണ് കോടതിയുടെ വിധി പ്രതീക്ഷിക്കാൻ സാധിക്കുക? രാഖി, 11 മണിയോടെയാണ് ഈ കേസ്, അതായത് ഈ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി പരിഗണിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ കട്ടിളപ്പാളി കേസിലാണ് ആദ്യഘട്ടത്തിൽ എ പത്മകുമാർ അറസ്റ്റിലാകുന്നത്. ഈ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധിയിൽ കഴിയുമ്പോഴാണ് SIT ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ കൂടെ ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതായത് 2 കേസുകളിലും പ്രതിയാണ് മുൻ ദേവസ്വം പ്രസിഡന്റും അതോടൊപ്പം CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എ പത്മകുമാർ. ഈ പത്മകുമാർ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയാതെ താൻ മാത്രമായി ഒന്നും ചെയ്തിട്ടില്ല, തനിക്ക് പരിഗണന ലഭിക്കണമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ കട്ടിളപ്പാളി കേസിൽ സമർപ്പിച്ച ജാമ്യ ഹർജി. അത് വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും ഈ ജാമ്യാപേക്ഷ തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ കൂടെ ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് കോടതി ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെയും ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയിലും ഇത് തന്നെ ആവാനാണ് സാധ്യത. ഈ ജാമ്യാപേക്ഷയും തള്ളിക്കളയാനാണ് സാധ്യത. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ SIT സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ഉണ്ട് എന്നുള്ളതാണ്. ഹൈക്കോടതി ഇക്കാര്യം SIT അറിയിച്ചിട്ടുണ്ട്. പത്മകുമാറിൻ്റെ ഇടപെടൽ എത്തരത്തിലായിരുന്നു എന്നുള്ളതും പത്മകുമാറിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായി അറിയാം. അതോടൊപ്പം തന്നെ മറ്റുന്നതരുടെ പങ്ക് കൂടെ അന്വേഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ മറ്റ് അറസ്റ്റുകളിലേക്ക് നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും അടക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. വീണ്ടും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനെ അടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു, വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. ഇതിനൊക്കെ നോക്കുമ്പോൾ അതായത് ഈ N വാസുവും എ പത്മകുമാറുമൊക്കെ CPMന് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എ പത്മകുമാർ ഒരു സമന്നതനായിട്ടുള്ള നേതാവ് കൂടെയാണ്. N വാസു ആണെങ്കിൽ പ്രാദേശിക തലത്തിൽ തന്നെ പ്രവർത്തിച്ചു വന്ന് പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കയറി പാർട്ടിയെ സഹായിക്കാനും പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുമുള്ള ഒരാൾ കൂടെയായിരുന്നു. അത്തരത്തിലുള്ള രണ്ടുപേരുടെയും അറസ്റ്റ് പാർട്ടിയെ വല്ലാതെ ഉലച്ചിരുന്നു. അതിനുശേഷമാണ് കടകംപള്ളിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും ഇനിയുള്ള അറസ്റ്റുകൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണം കട്ട പ്രതികൾ പിടിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. അത് എന്തുകൊണ്ട് ഉന്നതരിലേക്ക് ഇതുവരെ എത്തുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. SITയുടെ ഒരു മെല്ലെപ്പൊക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഹൈക്കോടതി തന്നെ അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബോർഡ് അംഗങ്ങളായിട്ടുള്ള പ്രതികളെപ്പോലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമുണ്ടായി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി ഉന്നതരിലേക്ക് ഉടനടി തന്നെ എത്തണം എന്നുള്ളത് തന്നെയാണ്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ SITയുടെ നീക്കം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം.